ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് ഹൈറിച്ചിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. നമ്മുടെ ശ്രീനാഥ് ശ്രീധരന്റെ ജാമ്യാപേക്ഷയാണ്. ശ്രീനാഥ് ശ്രീധരന്റെ ജാമ്യാപേക്ഷയെ കുറിച്ച് ആരും തന്നെ ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയേണ്ടത് തോന്നുന്നു. അപ്പോൾ നാളത്തേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. നാളെയും വാദം തുടരുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറ്റപത്രമൊന്നും സമർപ്പിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ മൊഴി നൽകാൻ വേണ്ടി വിളിച്ച സമയത്താണ് ഇവർ പോയിട്ട് അയ്യോ അറസ്റ്റ് ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ശ്രീനാഥ് ശ്രീധരൻ എന്നൊക്കെ ഇപ്പോൾ ഈ പേരിൽ എന്താണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഇതേ FIR ഇതേ കേസിൽ നമ്മുടെ ശ്രീമാൻ കോലാട്ടുദാസൻ പ്രതാപൻ്റെ ഫോർമൽ അറസ്റ്റ് ചെറുപ്പ് പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആഗസ്റ്റ് മാസം 28 നടത്തി. അതിനുശേഷം 3 മാസം ജയിലിൽ കിടന്നു. അപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത്, അയ്യോ ഒരു ജാമ്യത്തിന് ശ്രമിച്ചാലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60 ദിവസമേ കുറ്റപത്രം സമർപ്പിക്കാത്ത കേസിൽ കിടക്കേണ്ടതുള്ളൂ. അതിനുശേഷമാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ജാമ്യത്തിന് അർഹതയുണ്ട്. എന്നാൽ ഇവർ വിചാരിച്ചു 1 മാസം കൂടി അവിടെ കിടക്കട്ടെ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ 92ാമത്തെ ദിവസമാണ് ഇവർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. കോടതി പറഞ്ഞു സ്ട്രോങ് എവിഡൻസ് ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ നിയമപരമായിട്ടുള്ള ജാമ്യത്തിന് ഇദ്ദേഹം അർഹനാണ്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. എന്തായാലും EDയുടെ കേസിൽ കുടുങ്ങിയത് കൊണ്ട് അദ്ദേഹം ഇപ്പോഴും സർക്കാരിൻ്റെ എല്ലാ സംരക്ഷണയിലും ഫ്രീ ഫുഡും ഒക്കെ അനുവദിച്ചുകൊണ്ട് കാക്കനാട് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. പോലീസ് വരുന്നുണ്ടോ നോക്കി കുത്തിരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒളിവിൽ പോവുമോ എന്ന് നോക്കേണ്ടി വരും. നമുക്കറിയാലോ, ED വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മക്കളെ പോലും ഉപേക്ഷിച്ച് സ്വത്തുക്കൾ ഉപേക്ഷിച്ച് ഒളിവിൽ പോയ ആൾക്കാരാണ് പ്രശസ്ത കമ്പനിയുടെ 3100 കോടിയുടെ ടേൺ ഓവറുള്ള കമ്പനിയുടെ CEO. അപ്പോൾ ഇവരാണ് പറയുന്നത് നമ്മൾ പോകുമ്പോൾ നിങ്ങളെയും കൂട്ടിയിട്ടേ പോവുമല്ലോ എന്ന്. ചിലപ്പോൾ ജയിലിലേക്കായിരിക്കും ആ കാര്യം പറഞ്ഞത്, ചിലപ്പോൾ അത് ശരിയായിരിക്കും. ജയിലിൽ പോകുമ്പോൾ ചിലപ്പോൾ ജയിലിൽ പോയതിന് ശേഷം പറയും മറ്റോന് ഇത്ര കോടി കൊടുത്തിന്, ഇവന് അത്ര കോടി കൊടുത്തിന് എന്ന് പറഞ്ഞിട്ട് നല്ല പൂർണ്ണമായിട്ടുള്ള മൊഴി കൊടുക്കും. അപ്പോൾ എല്ലാവരും തന്നെ ജയിലിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഒരു കരച്ചിൽ സൂര്യ സിന്ധു എന്ന് പറയുന്ന ചേച്ചിയുടെ കരച്ചിൽ ആണ്. എന്നും ജോലിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയവനും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു. അങ്ങനെയുള്ളവരാണ് കൊറോണ പോലെയുള്ള എന്നും ജോലിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയവർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. അവരാണ് കൊറോണ പോലെയുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു നിന്നപ്പോൾ പ്രതീക്ഷയോടെ ജനങ്ങളെ ചേർത്ത് പിടിച്ച കമ്പനിയാണ് ഹയർ ചെയ്തത്. എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, അവിടെ ഇവിടെ ഒരു ഫ്ലോ കിട്ടുന്നില്ല. അപ്പോൾ കൊറോണ വന്ന സമയത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച കമ്പനിയാണ്. കൊറോണയ്ക്ക് മുമ്പേ ഈ കമ്പനി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവർ 2013 മുതലേ കമ്പനി ഉണ്ട് എന്നാണ് ഇവരുടെ പ്രഗത്ഭനായ വക്കീല് കോടതിയിലൊക്കെ കോരം വാദിക്കുന്നത് കണ്ടത്. 2013 മുതലേയുള്ള കമ്പനിയാണ്. 10 വർഷം ഇവിടെ പ്രവർത്തിച്ച കമ്പനിയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് നിയമപരം അല്ലാതാവുക? 10 വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് നിയമപരമാണ് എന്നാണ് പറയുന്നത്. ഹൈറിച്ച് ജനങ്ങൾ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അസൂയ മൂത്ത കുറെ കാട്ടാള മനസ്സുകളും ഹൈറിച്ചിനു എതിർകി നിന്നു. അതാണ്
ഹൈറിച്ച് രക്ഷപ്പെടുന്നു. 4 കോടി ഇട്ട ഡോക്ടർ ഒക്കെയാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് ഏതറ്റാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഏതറ്റാണ് ഈ 4 കോടി ഇട്ട ഡോക്ടർക്ക് മുട്ടിക്കേണ്ടത് എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളൊന്നും പറയല്ലേ എൻ്റെ ചേച്ചി. ഇത് മണി ചെയിനാണ്. ഇത് നിങ്ങളെയൊക്കെ ഓർത്തിട്ട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കളിയാക്കാൻ മാത്രമേ തോന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തട്ടിപ്പ് കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാലും അത് തിരിച്ചു വരും. അത് കമ്പനിയുടെ കുറ്റമല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അതിൽ പെട്ട ആൾക്കാരാണ് ഇപ്പോഴും കമ്പനി തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ കാട്ടാള മനസ്സുള്ളവരൊന്നല്ല ഇതിൻ്റെ പിന്നില്. ഇത് നിയമപരമല്ലാത്ത മണി ചെയിനാണ് ചെയ്യുന്നതെന്ന് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ബഡ്സ് അതോറിറ്റിയും ഒക്കെയാണ് ഇതിനെതിരെ എടുത്തിരിക്കുന്നത്. അല്ലാതെ അവർക്കൊന്നും നിങ്ങളുടെ ഈ ആൾക്കാരുടെ കഫം തിന്നതിൻ്റെ ബാക്കി അവിടെ വെച്ചതിൻ്റെ ഒരു പങ്കും ആവശ്യമില്ല. നമുക്കൊന്നും നിങ്ങളുടെ കഫത്തിൻ്റെ പങ്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ കമ്പനിക്കെതിരെ പറയുന്നത്. ഒരുപാട് പാവങ്ങളുടെ പണം പോയിട്ടുണ്ട്. അത് അവസാന കാലത്തും ആദ്യകാലത്തും ഒക്കെ ഇട്ടവർ, ലോൺ എടുത്തിട്ടിട്ടവർ, അല്ലെങ്കിൽ പെൻഷൻ പറ്റിയ പൈസ ഇട്ടവർ, അങ്ങനെയുള്ള ആൾക്കാരാണ്. അല്ലാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോയിട്ട് ഇത് നമ്മുടെ മിസ്റ്റർ അയ്യൂബ് ഖാൻ പറഞ്ഞ പോലെ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ലോൺ എടുത്തിട്ട് ഇതിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് ആരാണ് പറഞ്ഞത്? ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് ഇടാൻ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? കമ്പനി പറഞ്ഞില്ല. കമ്പനി പറഞ്ഞത് ഒറ്റ ഐഡിയ അടിക്കാനാണ് പറഞ്ഞത്. ഉണ്ടെങ്കിൽ അടിക്കുക എന്നാണ് കമ്പനി പറഞ്ഞതെന്നാണ്. അവൻ്റെ ഒന്നും പൊടി പോലും കാണുന്നില്ല എന്ന് പറയുന്ന പോലെ അനിസ്പ്രേ എടുക്കേണ്ടി വരും. അല്ല, അയ്യൂബ് ഖാനെതിരെ ആരെങ്കിലും അനിസ്പ്രേ പ്രയോഗിച്ചോ എന്നാണ് നമ്മുടെ ഈ ചേട്ടനോട് ചോദിക്കാനുള്ളത്. ശുഭപ്രതീക്ഷയുടെ ഹൈറിച്ചിൻ്റെ തിരിച്ചു വരവിനായി ക്യാഷ് ഇട്ടവന് ഹൈറിച്ച് തിരിച്ചു വരൂല എന്ന് ശ്രീനാഥനെ വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ശ്രീനാഥൻ പറയും തിരിച്ചൊന്നും വരൂല. നമ്മൾ പുതിയ ഐഡിയാസ്, പുതിയ പ്രൊജക്റ്റ്, ഒരു അക്കൗണ്ടുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സമ്മതം തന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മണി ചെയിൻ ചെയ്ത് കാണിച്ചു തരാടാ എന്നൊക്കെയാണ് വീരവാദം മുഴക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അക്കൗണ്ട് തുടങ്ങാനുള്ള ഇത് കൊടുക്കുക. അപ്പോൾ പ്രതാപൻ തിരിച്ചു വന്നതിന് ശേഷം പുതിയ പ്രൊജക്റ്റുകളുമായി തിരിപ്പി വരുമെന്നല്ല, അല്ലാതെ അത് ഹൈ റിച്ച് ആയിരിക്കില്ല ഒരിക്കലും കേട്ടോ. അപ്പം നിങ്ങളുടെ പൈസയൊക്കെ പോയി എന്ന് തന്നെയാണ്. ക്യാഷ് ഇട്ടതും പോയതും ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനമായി അല്ലേ, ക്യാഷ് ഇട്ടതും പോയതും ഒക്കെ പോയി എന്നുള്ളത് തീരുമാനമായി. ഞങ്ങൾക്ക് വേണ്ടത് കമ്പനിയുടെ തിരിച്ചുവരവാണ്. എൻ്റെ പൊന്ന് ചേച്ചി, കമ്പനിയുടെ തിരിച്ചുവരവ് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞമ്മോൻ്റെ പൈസ തിരിച്ചു കിട്ടണം, അവരുടെ കമ്പനി എന്തോ ആയിക്കോട്ടെ എന്നാണ്. അല്ലാതെ ഈ കമ്പനി നമ്മളിട്ട പൈസ അല്ലെങ്കിൽ നമ്മുടെ കെയർ ഓഫിലിട്ട പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാത്ത് കെട്ടിക്കിടക്കുന്നത്. അല്ലാതെ കമ്പനി തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല. അതെങ്കിലും മനസ്സിലാക്കുക. ബൈ.